പിന്നെ നമുക്ക് സദ്യ സ്റ്റൈലിൽ പരിപ്പ് പായസം ഉണ്ടാക്കാം. അപ്പോൾ അതിനിടയിൽ ഉരുളിയിലേക്ക് നമുക്ക് 250 ഗ്രാം ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ബ്രൗൺ കളറാവുന്ന വരെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഈ വറുത്ത് നല്ല ബ്രൗൺ കളറാക്കി എടുത്താൽ നമുക്ക് പായസം നല്ല കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിൽ കയറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഉരുളി വെച്ചതിന് ശേഷം 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് നാളികേരക്കൊത്ത് അതുപോലെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല നന്നായി വെന്തുടഞ്ഞ പരിപ്പാണ് നമ്മളിലേക്ക് ചേർക്കേണ്ടത്. ഇനി നമുക്കിത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അതേ സമയം ഒന്നും വെക്കേണ്ട, ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കത് വറ്റി കിട്ടും. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ്. 600 ഗ്രാം ശർക്കര നല്ല കറുത്ത ശർക്കര എടുത്തിട്ട് നമുക്ക് നന്നായി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കട്ടിയിൽ ഉരുക്കിയെടുക്കാം. നന്നായി കട്ടിയിൽ ഉരുക്കിയെടുത്ത് കഴിഞ്ഞാൽ ശർക്കര നല്ല കളറായിട്ട് വരും, കളറുണ്ടാവും. അപ്പോൾ നമുക്ക് പായസത്തിന് നല്ല കളർ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി വറ്റിച്ചെടുക്കാം. അപ്പോൾ ശർക്കരയും പരിപ്പും കൂടെ സെറ്റായി വന്നതിന് ശേഷം നമുക്കൊരു 3 തേങ്ങയുടെ പാലെടുക്കാം. അതൊരു 6 7 ഗ്ലാസ് ആക്കിയിട്ട് എടുത്തിട്ട് അതിൻ്റെ പകുതി നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അതിനുശേഷം 10 ഏലക്കായ, ഒരു ചെറിയ പീസ് ചുക്ക്, കുറച്ച് പഞ്ചസാര, 1 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. പഞ്ചസാര ചേർത്ത് പൊടിച്ച് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. അതിനുശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഫൈനായിട്ട് നമ്മൾ മാറ്റി വെച്ച പകുതി പാലും കൂടെ ചേർത്താൽ നമ്മുടെ കറക്റ്റായിട്ട് അളവൊക്കെ നമ്മൾ എഴുതി കാണിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ എന്തെങ്കിലും പറയേണ്ടതെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് സെറ്റായിട്ടുണ്ട്.